ഹായ്. നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞു വരികയല്ലേ. ബ്രിട്ടീഷുകാരെ ഗവർണർമാരെയും ഗവർണർ ജനറൽമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡൽഹൌസിയെ കുറിച്ച് പറയുകയായിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന രീതിയിൽ ഡൽഹൌസിയെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നല്ലോ. റെയിൽവേയും കമ്പി തപാലും ഒക്കെ കൊണ്ടുവന്ന ഡൽഹൌസി, തപാൽ സ്റ്റാമ്പ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഡൽഹൌസി. പിന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു പരിഷ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു അത്? ദത്താവകാശ നിരോധന നയം, ഡോക്ടർ ഓഫ് ലാബ്സ്. ഇത് ഞാൻ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന ഒരു പ്രധാന പരിഷ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിച്ചു ചാൾസ് വുഡിന്റെ നേതൃത്വത്തിൽ. ചാൾസ് വുഡിന്റെ വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ട് 1854 സമർപ്പിച്ചു. 1854 വുഡ്സ് എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ടയാണ് വുഡ്സ് എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ട്. അപ്പൊ എന്തിനാ അതിനങ്ങനെ വിളിച്ചു? ഇന്ത്യയില് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് വില്യം ബെന്റിങ്ങിന്റെ കാലത്തല്ലേ. മെക്കാളെ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1835 ഇതെന്തോ പറയാണ്, ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളും ഉപയോഗിക്കാം പ്രാഥമിക വിദ്യാഭ്യാസത്തിന്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് എന്ത് തന്നെ ഉപയോഗിക്കുക? ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു. അതായിരുന്നു വുഡ്സ് എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ട്, വുഡ്സ് ഡെസ്പാച്ച്. ഇനി അതുപോലെ ഡൽഹൌസിയുടെ കാലത്ത് വേനൽക്കാലമായപ്പോൾ ബ്രിട്ടീഷുകാരന് അവന്റെ ഇന്ത്യയിലെ തലസ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, കൊൽക്കത്തയിലെ അത്യധികമായ ചൂട്. അവനെന്ത് ചെയ്തു? ഡൽഹൌസി സിംലയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തത് ഡൽഹൌസിയാണ്. അതുപോലെ അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നത്. ഡൽഹൌസി സ്ഥാപിച്ചു നമ്മുടെ ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ഡൽഹൌസിയാണ്. അപ്പൊ അങ്ങനെ ഡൽഹൌസി കുറേ നല്ല പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. പിന്നെ ചില വേണ്ടാത്തനങ്ങളും കാണിച്ചു. ഇന്ത്യയിലെ യാഥാസ്ഥിതരായ ഹിന്ദുക്കളെയൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരാക്കി മാറ്റുന്ന ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ. അങ്ങനെ ഇന്ത്യയുടെ നാട്ടുരാജാക്കന്മാരെയൊക്കെ എതിരാക്കി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഡൽഹൌസി അങ്ങ് പോയി. അതിനുശേഷം വരുന്നു കാനിങ്. അപ്പൊ ഡൽഹൌസിക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന കാനിങ് ആണ് ഡൽഹൌസിയുടെ പരിഷ്കാരത്തിന്റെ ഫലം പ്രധാനമായിട്ട് അനുഭവിക്കേണ്ടി വന്നത്. അത് 1857 വിപ്ലവ കാലത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. കാനിങ്ങിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം കൂടുതൽ വിശദമായി